ശ്രീ ഷാബു പ്രസാദ്, എന്ത് തോൽവിയാണ് ഈ വിദ്യാഭ്യാസ മന്ത്രാലയം എന്ന് തന്നെ ചോദിക്കേണ്ടി വരും. ആദ്യം നോക്കൂ, നീറ്റ് UG പരീക്ഷ. ആ പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് പ്രതിസന്ധിയിലായി, വീണ്ടും നടത്തണം, വിദ്യാർത്ഥികളെ പ്രതിസന്ധിയിലാക്കി. CUET പരീക്ഷ കഴിഞ്ഞ ഈ തൊട്ടു മുമ്പത്തെ ദിവസം ശനിയാഴ്ച നടന്ന പരീക്ഷ 2 മണിക്കൂർ വൈകി. 4000-ഓളം വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ കഴിഞ്ഞില്ല. അത് വീണ്ടും നടത്തേണ്ട അവസ്ഥയാണ്. 18 ലക്ഷത്തോളം പേര് എഴുതിയിട്ടുള്ള CBSE 12ാം ക്ലാസ് പരീക്ഷയുടെ മൂല്യനിർണ്ണയത്തിൽ വമ്പിച്ച കുഴപ്പമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷിക്കുകയാണ്. ഇനിയും ഈ നാട്ടിലെ വിദ്യാർത്ഥികളുടെ ഭാവി ഇങ്ങനെ കയ്യിലിട്ട് പന്താടിയിട്ടും ധർമ്മേന്ദ്ര പ്രധാൻ ആ സ്ഥാനത്ത് തുടരേണ്ടതുണ്ടോ? പക്ഷേ വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയമാണിത്. പാളിച്ച വന്നിട്ടുണ്ട്, വലിയ തോതിലുള്ള പാളിച്ച വന്നിട്ടുണ്ട്. വിദ്യാർത്ഥികളും അധ്യാപകരും പൊതുസമൂഹവും ഇക്കാര്യത്തിൽ വളരെ നമുക്ക് ആശങ്കയുണ്ട്. കാര്യം കുട്ടികളാണ്, കുട്ടികളുടെ ഭാവിയും കുട്ടികളുടെ വിദ്യാഭ്യാസവും ഒക്കെയാണ്. ചെറിയ വിഷയമല്ല, വളരെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണത്. ഇത് സംഭവിച്ചു കഴിഞ്ഞു, പാളിച്ചകൾ സംഭവിച്ചു. കാര്യം പാളിച്ചയില്ലാതെ ഇത് സംഭവിക്കില്ലല്ലോ, ഉറപ്പല്ലേ കാര്യം. അപ്പം എത്രയും പെട്ടെന്ന് ആ സംഭവിച്ചത് എന്താണെന്ന് മനസ്സിലാക്കി അതിന് വേണ്ട തിരുത്താൻ വേണ്ട നടപടികൾ എന്നുള്ളതാണ് ആ ഇമ്മീഡിയറ്റ് പ്രയോറിറ്റി. അതാണ്. അല്ല, ഇമ്മീഡിയറ്റ് പ്രസാദ് 17,68,000 കുട്ടികളാണ് ഈ 12ാം ക്ലാസ് പരീക്ഷ എഴുതിയിരിക്കുന്നത്. അവരെ സംബന്ധിച്ച് അവരുടെ ഉപരിപഠനത്തിന് അടുത്ത മാസം അവർക്ക് ജോയിൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ അവർ ഓരോരുത്തരും അവരുടെ ഉത്തരക്കടലാസ് റീവാല്യൂ ചെയ്യണം എന്നാവശ്യപ്പെടുകയാണ്. റീവാല്യൂ ചെയ്യുമ്പോഴോ നോക്കൂ, ഈ കുട്ടികൾക്ക് അവരുടെ പേപ്പർ കിട്ടുമ്പോൾ അത് അവരുടെ പേപ്പർ അല്ല, പേപ്പറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്മാച്ച് ചെയ്തിരിക്കുന്നു. സമ്പൂർണ്ണമായ കുഴപ്പമാണ്. വലിയ സ്കോർ നേടേണ്ട കുട്ടികൾക്ക് കുറഞ്ഞ സ്കോറാണ്. ഒരു തലമുറയുടെ ആകെ ഭാവി തന്നെ തൃശങ്കൂലാക്കിയിട്ട് ഇനിയിപ്പോ എങ്ങനെ തിരുത്താനാണ്? എന്ത് വീഴ്ച എങ്ങനെ പരിഹരിക്കും? ഒരു കാര്യമുണ്ട്, അത് പരിഹരിച്ചല്ലേ പറ്റുള്ളൂ. കാര്യം ഇത്ര വളരെ സീരിയസ് ആയിട്ടുള്ള ഈ രീതിയിലുള്ള ലാർജ് സ്കെയിലുള്ള ഒരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതൊരു വലിയ പ്രതിസന്ധിയാണ്. അതിനെ അഭിമുഖീകരിച്ചേ പറ്റുള്ളൂ. ഈ കുട്ടികളുടെ ആശങ്കകൾ പരിഹരിച്ചുകൊണ്ട് തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയേ പറ്റുള്ളൂ. അതിനുള്ള ക്യാപ്സ്യൂളൊന്നും നമുക്ക് നിർദ്ദേശം ചെയ്യാൻ എനിക്ക് പറ്റില്ല. ഇവിടെ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എന്താണ്? അവർക്ക് ഉപരിപഠനത്തിന് പോകേണ്ടതാണ്. അതിനുള്ള സമയം നീട്ടിയെടുക്കുക, അല്ലെങ്കിൽ അതിന് തടസ്സപ്പെടാതെ നോക്കുക. പിന്നീട് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇതിന്റെ പരിഹാരം ഉണ്ടാക്കുക. അതിന്റെ വിദഗ്ധരാണ് തീരുമാനിക്കേണ്ടത്. അല്ല, ഈ വിദഗ്ധർ തീരുമാനിക്കുന്ന പറയുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നുകൂടെ പരീക്ഷ നടത്തുമോ? വിദ്യാർത്ഥികളുടെ 12ാം ക്ലാസ് പരീക്ഷയാണ്. അവരെ സംബന്ധിച്ച് അവരുടെ അതുവരെയുള്ള ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ്പ, ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ആ 12ാം ക്ലാസ് പരീക്ഷയായിരുന്നു. ആ 12ാം ക്ലാസ് പരീക്ഷയ്ക്ക് വേണ്ടി അത്രയധികം പഠിച്ച് പരീക്ഷ എഴുതിയ കുട്ടികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവരുടെ റിസൾട്ടിലാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. പോട്ടെ, അവർക്ക് സംഭവിച്ചു. റീവാലുവേഷന് കൊടുക്കാൻ വേണ്ടി ആ പോർട്ടൽ രജിസ്റ്റർ ചെയ്യാൻ സമയം ഇന്നാണ് കൊടുത്തത്. എന്നിട്ടോ ആ പോർട്ടൽ ഓപ്പൺ ചെയ്യാൻ പോലും പറ്റുന്നില്ല. ഇത്രയും അലമ്പായ ഒരു സംവിധാനമായി ഈ CBSE ഒക്കെ മാറുന്നത് അത്ഭുതകരമല്ലേ സാർ? അതിനൊരു മോറൽ റെസ്പോൺസിബിലിറ്റി ഇല്ലേ? ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. നീറ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഇതേ 12ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളാണ് നീറ്റ് എഴുതിയിട്ടുള്ളത്. നീറ്റിന്റെ അവസ്ഥ ഇതാണ്. അഭിലാഷേ, ഞാൻ പറഞ്ഞില്ലേ, ഇത്രയും വളരെ ലാർജ് സ്കെയിലില് ലക്ഷക്കണക്കിന് കുട്ടികൾ ഒരേ സമയം ഒരു പോർട്ടൽ ഉപയോഗിക്കുന്ന സമയത്ത് അതിങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല. ഇപ്പോഴത്തെ അൺഫോർച്ചുനേറ്റ്ലി ഇങ്ങനത്തെ സിറ്റുവേഷൻ വന്നപ്പോഴാണ് സ്വാഭാവികമായിട്ട് ആ പോർട്ടലിൽ തിരക്ക് കൂടുമ്പോൾ അതിന് പ്രശ്നമുണ്ടാകും. അതിനർത്ഥം ഇവിടെ എല്ലാം കഴിഞ്ഞു എന്നല്ല. അങ്ങനെ പറയാൻ കഴിയില്ല. ഇപ്പൊ ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് എന്താണ്? അവിടെ അപകടത്തിൽപ്പെട്ടവരുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ്. ഇത് അപകടമാണോ എന്നൊരു സംശയമുണ്ട് ഷിഷാബു പ്രസാദ്. ഈ കൈകാര്യം ചെയ്ത വാല്യുവേഷൻ നടത്തിയിട്ടുള്ള ആ ഏജൻസി ഉണ്ടല്ലോ, തേർഡ് പാർട്ടി ഉണ്ടല്ലോ, എഡ്യൂടെക്, അവർക്ക് എങ്ങനെയാണ് ഈ ടെൻഡർ കൊടുത്തത് എന്ന് ഇന്നലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ചോദിച്ചു. അവർക്ക് തന്നെ ടെൻഡർ കിട്ടാൻ വേണ്ടി വ്യവസ്ഥകളടക്കം ലഘൂകരിച്ച് ആണ് ഈ സംവിധാനം നടപ്പായത്. അപ്പോ ഈ OSM നടത്താൻ നിയോഗിക്കപ്പെട്ട തേർഡ് പാർട്ടിയെ സംബന്ധിച്ച് ഗൗരവതരമായിട്ടുള്ള ചില എതിരഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട്. അപ്പൊ ഇതെന്താണ്? എങ്ങനെ ഇത് സംഭവിച്ചു? വെറുതെ അങ്ങ് അബദ്ധം പറ്റുകയാണ്. ഈ രാജ്യത്തെ എല്ലാ കാര്യങ്ങളിലും നീറ്റ് പരീക്ഷ നടത്തിയാൽ അബദ്ധം, CUET പരീക്ഷ നടത്തിയാൽ അബദ്ധം, 12ാം ക്ലാസ് പരീക്ഷയുടെ മൂല്യനിർണ്ണയത്തിൽ അബദ്ധം മാത്രമല്ലേ സംഭവിക്കുന്നുള്ളൂ? അഭിലാഷേ, ഞാനൊന്ന് പറഞ്ഞു തീരട്ടെ. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മുമ്പിൽ ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നം സംഭവിച്ചിരിക്കുകയാണത്. അതിന്റെ കാരണങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അതിനില്ല, ഇനി പറഞ്ഞില്ലേ, ഇപ്പോഴത്തെ നമ്മുടെ പ്രയോറിറ്റി എന്താണ്? ഈ കുട്ടികളുടെ ആശങ്കകൾ മുമ്പിൽ നിൽക്കുന്നു. കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും ഭാവി ആശങ്കകൾ അവിടെ ഉണ്ട്.
ആ ആശങ്കകൾക്ക് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇമ്മീഡിയറ്റ് ഇടം. ഞാൻ അപകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്. ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ, ഒരു അപകടം എന്ന് വെച്ചാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ടത് എന്താണ്? അവിടെയുള്ള അപകടത്തിൽപ്പെട്ടവരുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ്. അതിനുശേഷമാണ് അതിന്റെ കാരണം കണ്ടെത്തലും അതിന് ഉത്തരവാദിത്തപ്പെട്ടവരെ കണ്ടെത്തലും ശിക്ഷിക്കലും ഒക്കെ പിന്നീടാണ്. ഇപ്പോഴും ഗവൺമെന്റിന്റെ മുമ്പിലുള്ള, നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ പ്രയോറിറ്റി ഈ കുട്ടികളുടെ ആശങ്ക പരിഹരിക്കുക, അവരുടെ ഭാവിക്ക് തകരാറുണ്ടാക്കാത്ത രീതിയിൽ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുക. തീർച്ചയായിട്ടും ഇതിന്റെ പുറകിൽ തീർച്ചയായിട്ടും ഇതിന്റെ പുറകിൽ ഉത്തരവാദിത്തപ്പെട്ടവരുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിലേക്ക് ഈ സംഭവം കഴിഞ്ഞതിന് ശേഷമല്ലേ കടക്കേണ്ടത്. അതിന് സമയം കൊടുക്കുക. തീർച്ചയായിട്ടും ഇത് വളരെ ആരോപണങ്ങൾ ഉന്നയിക്കാനും ചർച്ച ചെയ്യാനും വളരെ വാദപ്രതിവാദത്തിനും ഒക്കെ ഇവിടെ സ്കോപ്പുണ്ട്, അതിനുള്ള അവസരമുണ്ട്, അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവകാശവുമുണ്ട്. അതിനെല്ലാം നമ്മൾ ബഹുമാനിക്കുന്നു. പക്ഷേ ഇപ്പോഴത്തെ പ്രയോറിറ്റി അതാണ്. അല്ലാതെ ഇപ്പോൾ മന്ത്രിയുടെ രാജി അല്ല ഇപ്പോഴത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത്. തീർച്ചയായും മന്ത്രിയുടെ രാജി അവകാശപ്പെടാം. ഇത്രയും വലിയ വീഴ്ചകൾ സംഭവിച്ചിട്ട് മന്ത്രി ആ സ്ഥാനത്ത് തുടരണോ വേണ്ടയോ എന്നുള്ളത് അദ്ദേഹത്തിന്റെ ധാർമ്മികതയാണ്. ഞാൻ അങ്ങനെയൊക്കെ അടുത്ത ഘട്ടമാണ് സംഭവിച്ചത് എന്നുള്ളത്. ശരി.